വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കാനും കേരളീയ ജനസമൂഹത്തിലും മലയാളി ജനസമൂഹത്തിലും ഈ മദ്യപാനത്തിനും അതേപോലെ മയക്കുമരുന്നിനെതിരായ ഒരു അവബോധം ഉണ്ടാക്കാനുള്ള ഞങ്ങളുടെ യജ്ഞം തുടരുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമുക്കൊപ്പം ഉണ്ട്. അതോടൊപ്പം ജനങ്ങൾ കൂടി അണിനിരക്കുന്നു, വീട്ടമ്മമാർ അണിനിരക്കണം. നമുക്ക് ഈ ഒരു അപകടം ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഈ പ്രതിസന്ധിയിൽ നിന്ന് കടന്നു പോയേ പറ്റൂ. പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ വ്യാപനം ഒരു പരിധിവരെ കുറയ്ക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ഡാൻസ് സ്റ്റാഫിനും എക്സൈസിനും പോലീസിനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഈ ഓണക്കാല സീസണിൽ ഇത് കൂടുതൽ കേരളത്തിലേക്ക് കടത്താൻ ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊരു പ്രത്യേക താങ്ക്സ്. അതോടൊപ്പം ജനങ്ങളും ഉണരണം. കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി ഒഴുക്ക് തടയാൻ എല്ലാ സേനകളുടെയും സംയുക്തമായ ശ്രമം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് സംസ്ഥാന അതിർത്തിയായ അമരവിള കേന്ദ്രീകരിച്ച് ഡാൻസ് ഓഫ് സംഘവും എക്സൈസും പോലീസും എല്ലാം നടത്തുന്ന ശ്രമം ഒരു പരിധിവരെ വിജയം കാണുന്നുമുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കച്ചവട ആവശ്യത്തിന് ഇതുവഴി ഇപ്പോൾ ലഹരി എത്തുന്നില്ല എന്നത് ആശ്വാസകരമാണ്. തെക്കൻ ജില്ലകളിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തിക്കൊണ്ടിരുന്നത് വലിയ തോതിൽ ലഹരിയാണ്. ഇപ്പോഴും ലഹരി വരവുണ്ടെങ്കിലും അത്തരക്കാർക്ക് പ്രതിസന്ധികളേറെയുണ്ട്. അമരവിള കേന്ദ്രീകരിച്ചുള്ള പല സംഘങ്ങളുടെ പരിശോധന ലക്ഷ്യം നേടുന്നുമുണ്ട്. എങ്കിലും ഇപ്പോഴും കുറഞ്ഞത് 5 കേസുകൾ വീതമെങ്കിലും ഓരോ മാസവും കണ്ടെത്തുന്നു. ഡാൻസ് ഓഫ് സംഘം ഈ വർഷം ഇതുവരെ 13 വലിയ കേസുകളും 50ഓളം ചെറിയ കേസുകളും രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷം 136 കിലോ കഞ്ചാവ് ഒരാളിൽ നിന്ന് പിടികൂടിയിരുന്നു. അത്തരം കച്ചവട ആവശ്യങ്ങൾക്കായി കൊണ്ടുവരുന്നത് നിരന്തര പരിശോധനയോടെ കുറഞ്ഞു. ഈ വർഷം നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ട 50 കിലോയുടേതാണ്, അതും ജനുവരിയിൽ. പിന്നീട് 10 കിലോയിലധികം കഞ്ചാവ് ഒന്നിച്ചെത്തിയിട്ടില്ല. ഡാൻസ് സ്റ്റാഫിന്റെ MDMA വലിയ വേട്ട കഴിഞ്ഞ മാസം വർക്കലയിലേതായിരുന്നു. 1.5 കിലോ MDMA ആണ് പിടികൂടിയത്. എല്ലാ ദിവസവുമുള്ള സജീവ പരിശോധന ലഹരി മാഫിയ സംഘങ്ങളെ പിടിച്ചുകെട്ടാനുള്ള ആദ്യപടിയാണ്. ഇല്ല, പരിശോധന മൂലം ഒരുപാട് കുറവ് ഉണ്ടെന്നാണ് നമ്മളെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ സ്ക്വാഡിൻ്റെയും ഒക്കെ വിശ്വാസം. അവന് ഈ പരിശോധന ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് മറ്റേ അന്യ സംസ്ഥാനങ്ങളിൽ ഇത് അറിവ് ഉള്ളതുകൊണ്ട് കൊണ്ടുവരാൻ അവർ മടിക്കുന്നുണ്ട്, കൊണ്ടുവരുന്നുമില്ല. എക്സൈസ് ചെക്ക് പോസ്റ്റിലെ പരിശോധനയും സജീവം. കഴിഞ്ഞ മാസം ട്രമഡോൾ എന്ന ലഹരി ഗുളിക പിടികൂടിയിരുന്നു. കച്ചവട ആവശ്യത്തിനായി എത്തിച്ച 720 ഗുളികകളാണ് പിടിച്ചെടുത്തത്. ബാംഗ്ലൂർ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളിലാണ് സജീവമായി കടത്തു നടക്കുന്നത്. ഇതിനായി രാവിലെ 5 മുതൽ 11 വരെയുള്ള സമയം ഇവർ ഉപയോഗിക്കുന്നുവെന്ന് എക്സൈസ് കണ്ടെത്തി. ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് ട്രമഡോൾ വിഭാഗത്തിൽപ്പെട്ട NDPS ഇതിൽ വരുന്ന ഗുളികകൾ 720ഓളം ഗുളികൾ, ഏകദേശം 467.977 ഗ്രാമോളം വരുന്ന കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്. അപ്പോൾ കർശനമായിട്ടുള്ള പരിശോധന നിലവിൽ നടന്നു വരുന്നുണ്ട്. അതിലാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് പിടികൂടിയിട്ടുള്ളത്. പരസ്പര സഹകരണത്തോടെയുള്ള ഈ നീക്കങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി ഒഴുക്ക് തടയാൻ ഒരു പരിധിവരെ ഇവരുടെ പരിശോധനയ്ക്ക് കഴിയുന്നുണ്ട്. പരിശോധനയെ പേടിച്ചും പരിശോധന നടക്കുന്നുവെന്ന മുന്നറിയിപ്പ് ലഭിച്ചും അതിൽ നിന്ന് വഴിമാറി നടക്കുന്നവരുണ്ട്. പക്ഷേ ഈ വലിയ മാഫിയയുടെ കണ്ണിയറുക്കാൻ ജനങ്ങൾ ഒന്നിച്ചിറങ്ങേണ്ടതുണ്ട്. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.